ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെ ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകുക. അപ്പോൾ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് എവിടേക്കാണെന്ന് വെച്ചാൽ ലുലുവിലേക്കാണ് കേട്ടോ. പാലക്കാട് ലുലു വന്നിട്ട് അമ്മ അവരൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരെയും കൊണ്ട് വെറുതെ ചുമ്മാ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എ.ടി.എമ്മിൽ പോകേണ്ട ഇതുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എ.ടി.എമ്മിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വരിക. പിന്നെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക. വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. ഇത് മെഡിക്കൽ കോളേജാണ് കേട്ടോ പാലക്കാടിലെ. അപ്പോൾ ഞാൻ അത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് മലബാർ ഹോസ്പിറ്റൽ. സംഭവം ഞാൻ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് അത് ഓണാക്കാൻ മറന്നായിരുന്നു. അതാണ് ചെറുതായിട്ടേ കിട്ടിയുള്ളൂ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ യാത്ര പോകും. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അവിടെ മഞ്ഞും കാര്യങ്ങളും, കാരണം ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോട പോലെ ഒരു പുക അങ്ങനെ ഒരു ഇതാണ് പാലാന ഹോസ്പിറ്റൽ. ഇത് ഈ ആൻറ്റിയായിട്ട് നല്ല സാമ്യമുള്ളൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നല്ല ബന്ധമാണ്, നല്ല റിലേഷനാണ് ഇവരും ഹോസ്പിറ്റലും തമ്മിൽ. അപ്പോൾ ഇതാ ലുലുവിൻ്റെ അവിടെ എത്തി. അത്യാവശ്യം വേണ്ട തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ ഒരു ടൈമാണല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു 3 മണി ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാ ഞങ്ങളത് ലുലു എത്തിയത് കണ്ടോ. ആവശ്യത്തിന് തിരക്കുണ്ട്. ഉള്ളിൽ പോകുമ്പോൾ പിന്നെ പറയണ്ട. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് കുറേ വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് ഇറങ്ങി അതാ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ കണ്ടോ, കയറുമ്പോൾ തന്നെ ആവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാൽ തന്നെ അമ്മേനെയും കൂട്ടി കയറുമ്പോൾ പിന്നെ ആദ്യം പോണത് ഇവിടേക്കായിരിക്കുമല്ലോ, വീട്ടു സാധനങ്ങൾ അങ്ങനെയുള്ള ഇതിലേക്കായിരിക്കുമല്ലോ. ഒരു മാളിൽ പോകുമ്പോൾ ആദ്യം കയറാം. അപ്പോൾ ഞങ്ങളിത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. അപ്പോൾ ഇത് അമ്മേൻ്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞങ്ങളത് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ട് കസ്റ്റമർ കെയറിൽ. അപ്പോൾ ആ ചേട്ടനെ അത് നോക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയതാണ്. ഞങ്ങൾ ആദ്യം പോയത്, എനിക്ക് ഷാമ്പും കണ്ടീഷണറും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പോയത് അങ്ങോട്ടേക്കാണ് കേട്ടോ. അതൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഏത് വേണമെങ്കിലും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഞാൻ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കിട്ടി, ഏറ്റവും മുകളിലായിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് നോക്കി. ആദ്യം ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം കൂടെ നോക്കിയപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതാ ഞാൻ കയ്യിലെടുത്തു. പിന്നെ വണ്ടി, അതായത് വേറെ സാധനങ്ങളും കൂടെ എടുക്കുമ്പോൾ നമുക്ക് വണ്ടി വേണമല്ലോ. ഇത് മാത്രമാണെങ്കിൽ നമുക്ക് കയ്യിലും പിടിക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോകാൻ, ഉരുട്ടിക്കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനിത് അമ്മനെ വിളിച്ചിട്ട് അമ്മ എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അമ്മ കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ മറന്നായിരുന്നു ഞാൻ ഈ വാങ്ങേണ്ട തിരക്കിൽ. പിന്നെ ഇതാ വണ്ടി ആൾമോസ്റ്റ് വണ്ടി കുറച്ച് ഇതായി. ഞാനിതാ അയ്യോ ചേട്ടനെയൊക്കെ തട്ടിയിട്ടിട്ട് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് നടക്കുക. പിന്നെ പോയത് ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് അവിടെ ഇറങ്ങി ഫാഷൻ സ്റ്റോറിൽ മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫുഡ് കോർട്ടും മോളിൽ തന്നെയാണല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലേക്ക് കയറിയത്. പിന്നെയാണ് ഫുഡ് കോർട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിലെന്താ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അധ്വാനത്തിൽ നമ്മുടെ ഫാമിലിനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോവുക, അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള അവിടെ വിളിച്ചിട്ട് അവർക്ക് വേണ്ട വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെയൊന്നും അധികം ഇങ്ങനെ വരാറില്ല. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് വന്നപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഹാപ്പി. ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പി. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ആ ബില്ല് കാണിച്ചത് 2 കമ്മൽ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഞാൻ ബില്ല് കാണിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ഞാൻ വേറെ ഒന്നും വാങ്ങിയില്ല, 2 കമ്മൽ വാങ്ങി. പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ജ്യൂസ് കുടിച്ച് ഞാൻ ഇതായിരുന്നു പറഞ്ഞത്, ഗ്രേപ്പായിരുന്നു പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തത് പൈനാപ്പിളായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ഇരിക്കാൻ തന്നെ ഫുഡ് കോർട്ട് സ്ഥലമില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്നിട്ടാണ്. ഇപ്പോൾ ഈ ടോക്കൺ കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടുള്ള ക്യാഷ് കിട്ടുമല്ലോ, അവിടെ വെച്ചിട്ടുള്ള സാധനം കിട്ടുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടോക്കനൊക്കെ എടുത്തിട്ട് വാങ്ങിക്കാം. അപ്പോൾ ആ ചേച്ചിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആൾ നല്ല കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു എന്തൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട യോയോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇതാണ് ലുലു. അപ്പോൾ ഇത്രയുള്ളത് ഇവിടെ. താങ്ക് യു.